ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ലിസി KG, ഇരിട്ടി നഗരത്തിലെ ഏക വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. 26 വർഷമായി ഇരിട്ടി നഗരത്തിൽ ഓട്ടോറിക്ഷ രംഗത്ത് തൊഴിൽ ചെയ്യുന്ന വനിതയാണ്. ഇതിനിടയിൽ പലരും വനിതാ രംഗത്ത് നിന്ന് ഓട്ടോറിക്ഷയുമായി ഇരിട്ടി നഗരം കേന്ദ്രീകരിച്ച് ജോലിക്ക് ഇറങ്ങിയെങ്കിലും പാതി വഴിക്ക് വെച്ച് ആ സർവീസ് അവസാനിപ്പിച്ച് മറ്റു തൊഴിലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 26 വർഷമായി ലിസി ഇരിട്ടിയിലെ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നുള്ള നിലയിൽ ശ്രദ്ധേയയാണ്. നെല്ലിക്കാമ്പൊയിൽ സ്വദേശിയാണ്. 26 വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ചെറിയ അനുഭവമല്ല, ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാവും, നല്ലതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദുരനുഭവങ്ങളും ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരാം. എന്തായാലും ലിസിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. നമസ്കാരം. ഈ 26 വർഷമായി ഇരിട്ടി നഗരത്തിലെ ഏക വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്താണ് നിങ്ങളുടെ അനുഭവം? എന്താണ് സാറ്? പിന്നെ അനുഭവം എന്ന് പറയാൻ, നമ്മളിപ്പം 26 വർഷമായിട്ട് നമ്മൾ വണ്ടി ഓടുന്നത് തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു സ്ത്രീകൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വെക്കാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, ചിലപ്പോൾ ഓട്ടം പിടിച്ചുകൊണ്ട് പോയാൽ നമ്മളെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പിടിച്ച് നിന്ന് ഞാനിത് ഇവിടം വരെ എത്തി. പക്ഷെ ഞാൻ ഈ പണി നിർത്തണം എന്നൊരു കാലഘട്ടം വരെ ചിന്തിച്ചൊരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഒത്തിരി വിഷമങ്ങൾ വന്നൊരു കാലഘട്ടം. കാരണം ചെറിയ പ്രായത്തിലാണോ അന്ന് ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷെ ഞാൻ എല്ലാവരും ഒരേപോലെ കാണുന്നത്. എൻ്റെ ഒരു സഹപ്രവർത്തകരെന്നല്ല, എൻ്റെ കൂടെപ്പിറപ്പുകളെ പോലെ ഞാൻ അവരെല്ലാം കാണുന്നത്. മറ്റുള്ള നമ്മൾ എന്ത് കാണും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നവരും ഉണ്ടാകാം, ഇല്ലാത്തവരും ഉണ്ടാകാം. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് 26 വർഷത്തെ എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാനും മനസ്സിലാക്കാനും ഒരാളുടെ വിഷമങ്ങൾ അറിയാനും, അതുപോലെ നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണെങ്കിലും നമ്മൾ എത്ര ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊരു ജീവിതമാണ് ഇത്രയും കാലത്തുള്ളത്. എത്രാമത്തെ വയസ്സിലാണ് ഈ മേഖലയിലേക്ക് വന്നത്? ഞാൻ 28ാമത്തെ വയസ്സിലാണ് പണിക്കിറങ്ങുന്നത്. 2000 ആണ്. അപ്പോൾ ഈ സാധാരണ സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയല്ല. ഇപ്പോൾ നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റി, ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ല എന്നെല്ലാം നമ്മൾ ഇപ്പോൾ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു കാലത്ത് ഇങ്ങനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് കൂടുതലും പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇരിട്ടിയിൽ ഓട്ടോറിക്ഷയുമായി ഇറങ്ങിയ ആ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും ഓർമ്മയിലുണ്ടോ? ഞാൻ 2000 ഒരു മെയ് മാസമാണ് ഇറങ്ങുന്നത്. കാരണം വെച്ചാൽ അന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറ് അവരോട് നമ്മൾ പറയണമായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ സ്ത്രീകൾ ഇറങ്ങുമെന്ന് പറയുമ്പോൾ എല്ലാവരും സാറുമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം അന്ന് നിൽക്കുന്ന സമയം 6 മണി തൊട്ട് 6 മണി വരെ ഓടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ സമയം 6 മണിക്ക് മുന്നേ വീട്ടിലെത്തും. പക്ഷേ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ അത്ഭുതമായി നോക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു പെണ്ണ് വണ്ടി കൊണ്ട് പോകുന്നു. പിന്നെ നമ്മുടെ വണ്ടി കയറാൻ മടിക്കുന്നവരുണ്ടായിരുന്നു. കാരണം ഒരു സ്ത്രീയാണ്, അവർക്ക് ഓടിക്കാൻ അറിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മളോട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും പേടിയുള്ളവരുണ്ട്. കാരണം വേറെ കുറേ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ട ഒരാളായതുകൊണ്ട് ഇത് പഠിച്ചിട്ടാണോ വരുന്നത്, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ. ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഓട്ടോറിക്ഷ രംഗം പ്രത്യേകിച്ച് ഒരു സന്നദ്ധതയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുന്നതാണ്. അന്ന് ഇങ്ങനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങണമെന്ന് ഉണ്ടായ ഒരു ജീവിത സാഹചര്യം എന്തായിരുന്നു? വീട്ടിലെ ഒരു അവസ്ഥ എന്തായിരുന്നു? ജീവിത സാഹചര്യം പിന്നെ ഹസ്ബൻഡ് ചെറിയ സുഖമില്ലാണ്ട് വന്നായിരുന്നു. 2ാം നിലയുടെ മുകളിൽ നിന്നൊരു പണിയെടുത്തോണ്ടിരിക്കും വീണ്ടും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 കുഞ്ഞു മക്കളും ഇവരുടെ കാര്യങ്ങൾ ചേട്ടാക്കി പണിയെടുക്കാൻ പറ്റാതിരുന്ന ബുദ്ധിമുട്ടുകൾ ആ സമയങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസം, നമുക്ക് വേറെ ജോലികളൊന്നും കിട്ടത്തില്ലല്ലോ, സർക്കാർ ജോലി നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്നെ ഡ്രൈവിംഗ് പഠിക്കണം എന്നൊരു ആഗ്രഹത്തിൽ ആയിട്ട് ജാസിൻ്റെ പെങ്ങളുടെ മകനാണ് എന്നെ ഇതിനോട് പറഞ്ഞു വിട്ടത്. അവൻ കൂടെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അവൻ തന്നെയാണ് മുൻകൈ എടുത്ത് പഠിപ്പിച്ചതും ടൗണിൽ ഇറക്കിയതൊക്കെ. അതിന് അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം അവനുണ്ടാകട്ടെ. അപ്പോൾ അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു. പിന്നെ മറ്റുള്ളവരൊക്കെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഠിപ്പിച്ചു. ഒരാൾക്ക് അമല ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്, ഒരാളെ കെട്ടിച്ചു വിട്ടു. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നതും ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് തന്നെയാണ്. ഒരു ദിവസം എത്ര, അങ്ങനെ ചോദിക്കുന്നത് വരുമാനത്തെക്കുറിച്ച് ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും, എന്നാലും ഇപ്പോൾ പറഞ്ഞല്ലോ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം ശരാശരി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വരുമാനം ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സാറേ, ഞാൻ ഓട്ടോറിക്ഷ പഠിച്ച ഇടയ്ക്ക് എനിക്ക് വണ്ടി കിട്ടാത്തത് കൊണ്ട് ആരും നമുക്കൊരു വണ്ടി തരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് അത് എങ്ങനെ നമ്മൾ കൊടുക്കുന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഞാൻ ഫോസ്റ്റോക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ആ വണ്ടി എടുത്തത്. പക്ഷെ അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ കുറിച്ച് പറയണ്ടല്ലോ, അതെല്ലാം പോയ കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെണ്ണുങ്ങൾ ടൗണിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് പഠിച്ചിട്ട് ഇറങ്ങുന്നത്. പക്ഷെ അന്നും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ വയ്യാത്തതുകൊണ്ട് അത് സേട്ടു വണ്ടി കൊണ്ടുപോയി. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ മുഴുവനും ഞാൻ വേറെ ആളുടെ വണ്ടി
വണ്ടി കൂലി കിടക്കലായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് നമുക്കൊരു 1000 എന്ന് പറഞ്ഞാൽ 500 നമുക്ക് കറക്റ്റ് ആവുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് സാഹചര്യം മാറി, ചിലവുകൾ കൂടി, എണ്ണയുടെ എല്ലാം പൈസ കൂടി എല്ലാം വന്നപ്പോൾ നമുക്ക് ഇപ്പം അങ്ങ് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു 1000 രൂപ ശരാശരി 1000 അല്ലെങ്കിൽ 500, 600, 700, 800 എങ്ങനെയല്ല 1000 രൂപയ്ക്ക് എങ്ങനെയെങ്കിലും വൈകുന്നേരം ആവുമായിരുന്നു. വർഷങ്ങൾക്ക് മുന്നോട്ടാണ്. ഇപ്പം നമുക്കൊരു 1000 കിട്ടണം. ചിലപ്പോൾ ഓണം അല്ലെ വിഷു അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് പണിയുണ്ടല്ലോ. ഒരുപാട് വണ്ടിയായല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ പിള്ളേരെ എടുക്കുന്നത്. സ്കൂളിൽ ട്രിപ്പ് എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ മിന്നിച്ച് അങ്ങ് പോകുക. കാരണം ഇപ്പം ഞാൻ സ്വന്തമായിട്ട് വണ്ടി, ഞാനൊരു 8 വർഷം മുന്നേ ഞാൻ വേറൊരാളുടെ വണ്ടി എടുത്തപ്പം ആ വ്യക്തി ഇങ്ങനെ അവർക്ക് ഞാൻ കളക്ഷൻ കൊടുക്കണമല്ലോ, മാസം 5000 വെച്ച് കൊടുക്കണമായിരുന്നു മാസം. അപ്പം ആ മനുഷ്യൻ്റെ നല്ലൊരു മനസ്സും കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു വണ്ടി കിട്ടിയേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അത് കൊടുത്ത് അടവിനെടുത്ത് തന്നേക്കുന്ന വണ്ടിയാണ്. 7 വർഷമായി വണ്ടിയുടെ അടവ് കഴിഞ്ഞു. വണ്ടി ഫ്രീ ആയെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. മനുഷ്യരല്ലേ, ബാധ്യതകളുണ്ടാവില്ല എന്തായാലും. അപ്പോൾ 26 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ഈ 26 വർഷത്തിനിടയിൽ പുരുഷന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരിങ്ങനെ വന്നും പോയും ഇപ്പോഴും 100 കണക്കിന് ഓട്ടോറിക്ഷ ഇരിട്ടിയിലുണ്ട്. ഇതിനിടയിൽ വനിതാ സഹപ്രവർത്തകർ ആരെങ്കിലും വന്നിരുന്നോ? അവർക്ക് എന്താണ് ഇടക്കാലത്ത് പറ്റിയത്? ഇവിടെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഒരു സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. പുള്ളിക്കാരി ചെമ്പേരി ആ ഭാഗത്ത് എവിടെയും കണ്ടാൽ ശരിക്കും ഓർമ്മയില്ല. ആ പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ നടുക്കത്ത് സ്റ്റാൻഡിൽ കുറച്ച് നാൾ ഓടിയായിരുന്നു. അപ്പം നോക്കുമ്പോൾ പിന്നെ കണ്ണൂരേക്ക് ആ ചേച്ചിക്ക് ഇച്ചിരി ജോലി സംബന്ധമായിട്ട് പുള്ളിക്കാരി വണ്ടിയായിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കണ്ണൂർ ഇടയ്ക്ക് കാണുമായിരുന്നു. ഇപ്പം ഒരു അറിയില്ല. അങ്ങനെ അല്ലാണ്ട് വേറെ ആരും ഇത് വന്നിട്ടില്ല. വരാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടല്ല. പക്ഷെ ബാക്കി ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇരിട്ടി കേന്ദ്രീകരിച്ച് ഇപ്പം വേറെ ആരും വന്നിട്ടില്ല ഇതുവരെ. എത്ര മണിക്ക് രാവിലെ ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര മണിക്ക് എത്തും? എത്ര മണി വരെ ഇരിട്ടി ടൗണിൽ ഉണ്ടാകും ഓട്ടോറിക്ഷയായിട്ട്? ഞാൻ വീട്ടിൽ നിന്ന് ശരിക്കും 5:45 ഇറങ്ങുന്ന ആളാണ്. കാരണം മദ്രസയിലെ സ്കൂളിലെ പിള്ളേർക്കുണ്ട്. അവരെ എടുത്തെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ പിള്ളേരുടെ ട്രിപ്പ് കഴിഞ്ഞ സമയം 5 മണിയാവും. ചിലപ്പോൾ ഞാൻ നേരത്തെ പോകും. അല്ലെങ്കിൽ നമുക്ക് എവിടെ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ കൂടി ഇപ്പോൾ 7:30, 8 മണിക്കുള്ളിൽ ചിലപ്പോൾ ടൗണിലുണ്ടാവും. എവിടെയെങ്കിലും ബൈ ചാൻസിൽ ഓട്ടം കിട്ടിയാൽ. ഇല്ലെങ്കിൽ നേരത്തെ പോകും. ഇനി രാത്രി ആരെങ്കിലും വിളിച്ചാലും ഞാൻ അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോകാറുണ്ട്. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചല്ലേ സർവീസ്? അല്ല, ഞാൻ ആദ്യം നമ്മൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് IMC നമ്പർ കിട്ടിയതോടെ നമുക്ക് ഇരിട്ടിയിൽ എവിടെ വേണേലും വെക്കാം. ആദ്യകാലങ്ങളിലെല്ലാം ഞാൻ മേലെ സ്റ്റാൻഡിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കൊറോണയുടെ സമയം വന്ന സമയത്ത് ഇപ്പം DVN കണ്ണാശുപത്രിയുടെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് പോകുന്നത്. അവിടെ എൻ്റെ സഹപ്രവർത്തകരുണ്ട്. എല്ലാവരും നല്ലവരാണ്. എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. പുരുഷ സഹപ്രവർത്തകരുടെ ഒരു പ്രോത്സാഹനമൊക്കെ എങ്ങനെയുണ്ട്? എന്താണ്? ഇപ്പം എന്നോട് അവർ നന്നായിട്ട് സർവേ പറഞ്ഞു. നമുക്ക് ബാക്കി നമുക്ക് അറിയില്ലല്ലോ. നമ്മളവിടെ സംസാരിക്കുന്നത് നല്ലതാണ്. അവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എവിടെ നിന്ന് പോയാൽ അല്ലെങ്കിൽ വണ്ടി നിന്ന് എന്ത് പറ്റിയും ചോദിക്കാനൊരു മനോഭാവം ഉള്ളവരാണ് ഏതാനും പേര്. പിന്നെ 100%-ൽ 80 വ്യത്യസ്തരായിരിക്കുമല്ലോ. അപ്പം എന്നാലും ഞാൻ എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ആരെങ്കിലുമായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. ആളത്തെ കാര്യം പറയാൻ പറ്റില്ല. ഈ ഓട്ടോറിക്ഷ മേഖലയിലെ തൊഴിലിനോടൊപ്പം തന്നെ എന്തോ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സേവന രംഗത്ത് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പ്രവർത്തനം? എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം എന്നാലും ഞാനിപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്ത് പോകുമെന്ന്. അപ്പം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഞാനൊരു ആളല്ല, പക്ഷേ അതിൻ്റെ പുറകെ വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. 22 വർഷമായിട്ട് കൊടുക്കുന്നതാണ് അവർ നമ്മുടെ ചാരിറ്റി കീഴിലുള്ള. അപ്പോൾ തലശ്ശേരി സോണിൻ്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പം അതിനൊരാൾ നിയോഗിക്കണമല്ലോ. അപ്പോൾ അവരെന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാലമായിട്ട് ഞാനാണ് അവർക്ക് ചോറിൻ്റെ കൂപ്പൺ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ കണക്കും കാര്യങ്ങളും നമ്മൾ താഴെ ഹോട്ടലിൽ കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരെ കാണാനും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനും ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനും അവർക്ക് പറ്റുന്നത് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടി, ഈ തൊഴിൽ രംഗത്ത്, ഏത് തൊഴിൽ രംഗത്തായാലും പല പ്രതിസന്ധികളുണ്ട്. ഒന്ന് വരുമാനത്തിൻ്റെ കുറവ്, പിന്നെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ല പല സ്ഥലങ്ങളിലും, പല കമ്പനികളിലും. സ്വകാര്യ ഇതേപോലെയുള്ള സ്വയം തൊഴിൽ രംഗത്തേക്ക് ഒരു 26 വർഷത്തെ ഒരു സർവീസ് പരിചയമുള്ള ആളെന്നുള്ള നിലയിൽ വനിതകൾ ഈ രംഗത്തേക്ക് കൂടുതൽ വരണം എന്നുള്ള അഭിപ്രായമുണ്ടോ? അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സാധ്യത? വരണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് എന്താ ഞാൻ പറയുക, ഇപ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ ഫീൽഡ് എന്നല്ല ഏത് ഫീൽഡും യാതൊരു പ്രശ്നവുമില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് തരണം ചെയ്യാൻ മനക്കരുത്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും അവിടെ നിന്ന് പോകും. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് സ്വന്തം കാര്യം നമ്മൾക്ക് ചെയ്യുമ്പം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സേവിങ് ആയിട്ട് ഒരു 100 രൂപയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നമ്മുടേതായ വഴിക്ക് പോവുക. അപ്പോൾ അത് നന്നായിട്ട് വരും എന്നാണ് പ്രതീക്ഷ. ഇതാണ് ലിസിയുടെ അനുഭവം. 26 വർഷമായി ഇരിട്ടി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വരുമാനം കണ്ടെത്തുകയാണ്. കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2 പെൺമക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിച്ചു.
അതൊക്കെ ഈ വരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ വരുമാനം എന്ന് ഈ ആ ഒരു സഹായം ഈ വരുമാനം കൂടി പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഭവനം കിടക്കുന്നുണ്ട് തന്നെ എനിക്കൊരു സാർ വെച്ചെന്നൊരു വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. അത് നമ്മുടെ കിൻഡിലോസാണ്. സാർ മരിച്ചുപോയി. അത് ഒരുപാട് ഇപ്പോഴും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് നമ്മുടെ സ്നേഹം കൊണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടങ്ങളിൽ മുഴുവനും പിള്ളേരെ പഠിപ്പിച്ചെല്ലാം നമ്മുടെ ഓട്ടോറിക്ഷ ഓടിയിട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഇനി മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇതിനുള്ള കാര്യങ്ങൾ. എന്നാലും നമ്മൾ വണ്ടി ഓടിച്ചിട്ട് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് വലിയ വരുമാനമുണ്ട്. അതല്ല, നമ്മൾ പിള്ളേരുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുക. ഇന്ന് രാവിലെ ഇരിട്ടി സ്റ്റാൻഡിൽ വെച്ച് മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ നിന്നാണ് ഇവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ വാങ്ങി അപ്പോൾ തന്നെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ ആശുപത്രിയിൽ ഒരു സേവന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപത്ത് നിന്നാണ് ഈ ലിസി ഇവരെ നമ്മൾ കാണുന്നത്. ഇത്രയും നേരം അവരുടെ അനുഭവം പറഞ്ഞു. 26 വർഷം ഇരിട്ടി പോലുള്ളൊരു നഗരത്തിൽ, അതും 100 കണക്കിന് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്ന ഒരു നഗരത്തിൽ ഏക വനിതയായി ഓട്ടോറിക്ഷ രംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്നദ്ധതയുടെ ഒരു ഉൾക്കരുത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇതിനിടയിൽ പലരും വന്നുപോയെങ്കിൽ പോലും അവരെല്ലാം മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പോയി. പക്ഷേ ഇവർ ഇപ്പോഴും ഈ രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. അതിന് കൃത്യമായ നിലപാടുകളും കൃത്യമായ കാഴ്ചപ്പാടുകളുമുണ്ട്. സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങളും അവരിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. ഈ അനുഭവം നമ്മളോട് വിവരിച്ചതിന് എന്താണ് കൂടുതൽ പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? പറയാം. 26 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, ഓരോ സ്ഥലത്ത് കോരട്ട് ഞാൻ പറയും നമ്മൾ എത്ര കാലം ഇവിടെ നിൽക്കുന്നത്, ആരും ഇതുവരെ വന്നില്ലല്ലോ. ഏതായാലും എങ്ങനെയാണ് സാറ് വന്നതെന്ന് വെച്ചാൽ സാറിന് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് ഇത്രയും പിന്നെ എനിക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ച് എൻ്റെ പുറകെ വന്ന് ഇതൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദി, സന്തോഷം. ലിസിയുടെ ഈ തൊഴിൽ ജീവിതം മറ്റ് വനിതകൾക്കും സമൂഹത്തിലെ എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് മാത്രമേ ഈ ഒരു സംഭാഷണം കൊണ്ട് നമ്മളും ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. താങ്ക് യു.